So welcome back guys, welcome back to Python 0 to Hero day 3. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരു ID വേണം. ID എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയും. ഓക്കെ, സോ അപ്പോൾ അതായത് പ്രത്യേകം കോഡ് ടൈപ്പ് ചെയ്യാനുള്ളതായിട്ടുള്ളൊരു സാധനം, അതായത് നോട്ട് പാഡ് പോലെ എവിടെയെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യണല്ലോ. അപ്പോൾ അതുപോലൊരു സാധനം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് VS കോഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംഭവം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഓടുന്ന ലിനക്സിലാണ്. അപ്പോൾ എനിക്ക് വിൻഡോസ് ഇൻസ്റ്റലേഷൻ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഡൗൺലോഡ് വരെ ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റലേഷൻ്റെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം വിൻഡോസിൽ. തൊട്ട് മേപ്പിക്കേണ്ട, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഐഡിയ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് പൈത്തൺ വേണ്ടേ, അതായത് പൈത്തൺ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള സാധനം വേണ്ടേ. അതിന് വേണ്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് python.org പോവുക. ഓക്കെ ഫൈൻ. അപ്പോൾ python.org എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ്സ് നോക്കുക. ഡൗൺലോഡ്സ് നോക്കുമ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ അത് ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. ഇവിടെ ഞാൻ കറൻ്റ്ലി ലിനക്സിലാണ്, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈ ദ വേ ഇത് നിങ്ങളുടെ OS ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ് ചെയ്തിട്ട് നിങ്ങളുടെ OSന് വേണ്ടിയിട്ടുള്ള സാധനമായിരിക്കും ഡൗൺലോഡ് ചെയ്ത് തരുന്നത്. ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു EXE ഫയലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ EXE ഫയൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ആഡ് പാത്ത് ടു എൻവയോൺമെൻറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നെറ്റ്സ് കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഒന്നുമില്ല, ജസ്റ്റ് നെറ്റ്സ് കൊടുത്ത് ഇൻസ്റ്റാൾ അടിക്കുക. സംഭവം കഴിഞ്ഞു, ഇൻസ്റ്റാൾ ആവും. അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ വേരിയബിൾസിലോട്ട് നിങ്ങൾ ഈ ബിന്നിലോട്ടുള്ള പാത്ത് കൊണ്ട് ആഡ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആഡ് ആയിക്കോളും. നിങ്ങൾക്ക് ജസ്റ്റ് ഡയറക്റ്റ് പൈത്തൺ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഇറങ്ങിക്കോളാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വിൻഡോസിലാണെങ്കിൽ വിൻഡോസ് ടെർമിനലോ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റോ എന്തെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ ലിനക്സിലാണ്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നോം കൺസോളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് പൈത്തൺ --- അടിച്ചു നോക്കുക. അപ്പോൾ എന്താ 3.14.5 അപ്ഡേറ്റ് ഒക്കെ ആയോ? ഓക്കെ, 14.6 അല്ലേ ജസ്റ്റ്. അപ്പോൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കിടപ്പുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് പൈത്തൺ --- വേർഷൻ എടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പൈത്തൺ ഇൻസ്റ്റാൾ ആണ്. അല്ല എന്തെങ്കിലും സംതിങ് ഒരു വേർഷൻ കാണിച്ചാൽ പൈത്തൺ ഇൻസ്റ്റാൾ ആണ്. പൈത്തൺ --- വേർഷൻ മാത്രമല്ല, നിങ്ങൾ ഞാൻ പറയും 3 കമാൻഡ്സ് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം പൈത്തൺ --- വേർഷൻ, എന്നിട്ട് പൈത്തൺ 3 --- വേർഷൻ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ചില ഡിവൈസസിൽ ഇൻസ്റ്റലേഷൻ ടൈമിൽ അവർ ഓരോ ടൈമിലും ചേഞ്ച് ചെയ്യും. ചിലതിൽ പൈത്തൺ അടിച്ചാൽ വരും, ചിലതിൽ പൈത്തൺ 3 അടിച്ചാൽ മാത്രമേ വരത്തുള്ളൂ. ചിലതിൻ്റെ അകത്ത് മുട്ട കോമഡിയാണ്, പൈന്ന് അടിച്ചാൽ മതി, --- വേർഷൻ. ഇപ്പോൾ എനിക്ക് ആക്ച്വലി അത് അല്ല, എനിക്ക് പൈത്തൺ അല്ല പൈത്തൺ 3 അല്ലെങ്കിൽ ഏതാണ് വേർഷൻ അത്. നിങ്ങൾ വിൻഡോസിലാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ --- വേർഷൻ ആയിരിക്കും അടിച്ചു കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ 3 കമാൻഡ്സും ചെക്ക് ചെയ്തിട്ട് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ യൂസ് ChatGPT, Gemini ഓർ സംതിങ് ക്ലൗഡ് ഓർ സംതിങ് നിങ്ങളെന്താണോ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഡീബഗ് ചെയ്ത് ഇൻസ്റ്റലേഷൻ വെരിഫൈ ചെയ്യുക. ഇൻസ്റ്റലേഷൻ വെരിഫൈ ചെയ്യാനുള്ള പരിപാടി പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ലിനക്സിലാണെന്ന് വെച്ചോ, ലിനക്സിലാണെങ്കിൽ sudo apt, നിങ്ങളുടെ പാക്കേജ് മാനേജർ ഏതാണോ അത് apt ഇൻസ്റ്റാൾ പൈത്തൺ 3 അല്ലെങ്കിൽ പൈത്തൺ. ഇതിൽ രണ്ടും ട്രൈ ചെയ്യുക. അതായത് പൈത്തൺ ട്രൈ ചെയ്തിട്ട് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പൈത്തൺ 3 കൊടുത്താൽ മതി, സംഭവം വരും. അപ്പോൾ എൻ്റെ പാക്കേജ് മാനേജർ APT അല്ല, ഉബുണ്ടുവിലെ APT. അതേപോലെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫെഡോറ ലിനക്സ്. അപ്പോൾ എനിക്ക് പാക്കേജ് മാനേജർ എന്ന് പറയുന്നത് DNF ഇൻസ്റ്റാൾ പൈത്തൺ അല്ലെങ്കിൽ പൈത്തൺ 3 ഇതിലേതെങ്കിലും കൊടുക്കുക. ജസ്റ്റ് എൻ്റർ അടിക്കുക, സാധനം തന്നെ ഇൻസ്റ്റാൾ ആയിക്കോളും. നിങ്ങൾ ബാക്കിയൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വിൻഡോസും കണ്ടു, ലിനക്സും കണ്ടു. വെരിഫിക്കേഷൻ സെയിം തന്നെ. ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ പൈത്തൺ 3 --- സെയിം, എക്സാക്ട് സെയിം. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനി നമുക്ക് VS കോഡ് എങ്ങനെയാണ് നോക്കാം. VS കോഡ് ജസ്റ്റ് സെർച്ച് ചെയ്യുക, അങ്ങനെ ഒന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണും code.visualstudio.com. ജസ്റ്റ് എടുക്കുക. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ OS ഏതാണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് വിൻഡോസിന് ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുക. ഇനി നിങ്ങൾ ലിനക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെബിയൻ അല്ലെങ്കിൽ ഉബുണ്ടു ആണെന്നുണ്ടെങ്കിൽ .deb ഫയൽ, അതെല്ലാം റെഡ് ഹാറ്റ്, ഫെഡോറ യൂസ്. ഞാനിപ്പോൾ ഫെഡോറയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വേണ്ടത് .rpm പാക്കേജാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് VS കോഡിൽ കയറാം. ഓക്കെ, VS കോഡ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വെൽക്കം സ്ക്രീൻ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഫയൽ കൊടുക്കുക, ഓപ്പൺ ഫോൾഡർ. അപ്പോൾ നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ആയി വരും. ഇവിടെ എന്താ ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കുക.
എന്നിട്ട് നിങ്ങൾ എന്ത് പ്രൊജക്ട് ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോവുക. പ്രൊജക്റ്റ് ചെയ്യാൻ നേരം നിങ്ങൾക്ക് ആ പ്രൊജക്റ്റിന് ഒരു പേര് കാണില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊജക്റ്റ് എവിടെയെങ്കിലും ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, അതായത് വേറെ കോഡിൻ്റെ കൂടെ മിക്സ് ചെയ്തൊന്നും കിടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഏത് ഫോൾഡറിലാണോ അത് ഇടുന്നത് ആ ഫോൾഡറിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. അതായത് പ്രൊജക്റ്റ് 1 അല്ലെങ്കിൽ പ്രൊജക്റ്റ് മതി. എന്നിട്ട് ആ ഫോൾഡർ സെലക്ട് ചെയ്യുക, ജസ്റ്റ് സെലക്ട് കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും, ഇവിടെ നമ്മുടെ ആ പ്രൊജക്റ്റ് ഡയറക്ടറി ഓപ്പൺ ആയി. ഇനി നമുക്ക് പുതിയൊരു ഫയൽ ഉണ്ടാക്കണം. അപ്പോൾ പുതിയൊരു ഫയൽ ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് കൺട്രോൾ എൻ ക്ലിക്ക് ചെയ്താൽ പുതിയ ഫയൽ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ടെക്സ്റ്റ് ഫയൽ. ഇനി നിങ്ങൾ ഫസ്റ്റ് ഫയൽ, അതായത് ഫസ്റ്റ് നിങ്ങൾ റൈറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ main.py ആണെന്ന്. അതായത് നമ്മൾ ഒരു പൈത്തൺ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പൈത്തൺ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ main.py അല്ലെങ്കിൽ app.py. അപ്പോൾ ഞാനിവിടെ main.py ജസ്റ്റ് Ctrl+S കൊടുത്താൽ സേവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് main.py ഫയൽ നെയിം അടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പൈത്തൺ ഫയൽ ഓപ്പൺ ആയി. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ, പ്രിൻറ്റ് ഒരു പൈത്തൺ കോഡ് അടിക്കുക. ഞാനിവിടെ പ്രിൻറ്റ് ഹലോ വേൾഡ്. ഓക്കെ, ഇതാണ് എൻ്റെ പൈത്തൺ പ്രോഗ്രാം, എൻ്റെ main.py ഇതാ. അപ്പോൾ ഞാൻ എന്തെടുക്കും, ഞാൻ ഇവിടെ റൺ ചെയ്യുമ്പോൾ എനിക്കിവിടെ ഹലോ വേൾഡ് കിട്ടി. ഓക്കെ, ഞാനിപ്പോൾ ചുമ്മാ നോക്കിയപ്പോൾ റണ്ണായെന്നല്ലേ നിങ്ങൾ വിചാരിച്ചേ, എന്നാൽ അങ്ങനെയില്ല. ഞാനൊരു ഷോർട്ട് കട്ട് കാണിച്ചിട്ടുണ്ട്, അതായത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എക്സ്റ്റൻഷൻസ് ഉണ്ട്, എക്സ്റ്റൻഷൻസിൽ പോവാം. ഞാൻ കുറച്ച് സാധനങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡ് റണ്ണർ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ, ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കാം. എന്തിനാണെന്നുള്ള സംഭവം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് പൈത്തൺ. ഇത് പൈത്തൺ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സാധനം ലൈക്ക് ജസ്റ്റ് സിൻടാക്സ് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു സാധനം അത്ര മതി. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ബേസിക്കലി വേണ്ടത്. എനിക്ക് ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും എന്താ ചെയ്യേണ്ടത്, ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, ടെർമിനലിൽ പോയിട്ട് ന്യൂ ടെർമിനൽ എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് Ctrl+J ഞെക്കിയ ടെർമിനൽ പൊങ്ങി വരും. ഓക്കെ ഫൈൻ. അപ്പോൾ അതിനുശേഷം എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണം പൈത്തൺ. എന്നിട്ട് ഫയലിൻ്റെ പേരെന്താ, main.py. അതായത് ഇവിടെ ചെയ്യുന്നൊന്നുമില്ല, ഇവിടെ നമ്മൾ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിനെ വിളിക്കും. അതായത് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തല്ലോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട സാധനം, അതായത് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ നേരത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടൊരു സാധനം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യില്ലേ പൈത്തൺ, ആ സാധനം. അതിനെ വിളിച്ചിട്ട് നമ്മൾ ഈ main.py എന്ന് പറഞ്ഞ ഫയൽ എടുത്ത് കൊടുക്കും. അതായത് നമ്മളിവിടെ എഴുതിയ പ്രോഗ്രാം ആ ഫയൽ എടുത്ത് അതിൻ്റെ ആയി കൊടുക്കും. അന്നേരം അതെന്തെടുക്കും, അത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് റിസൾട്ട് കാണിച്ച് തരണം, അല്ലേ അതല്ലേ എൻ്റെ ഒരു മര്യാദ. അപ്പോൾ ജസ്റ്റ് എൻ്റർ അടിക്കുക, സാധനം എക്സിക്യൂട്ടാവും, അതായത് പ്രോഗ്രാം എക്സിക്യൂട്ടായി. ഇത്രയേ ഉള്ള സംഭവം. അതായത് ഒരു കാര്യം ഉറപ്പ് വരും, നമ്മളിപ്പോൾ VS കോഡിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ബൈ ഡിഫോൾട്ട് കയറാൻ പോകുന്നത് നമ്മുടെ പ്രൊജക്ട് റെപ്പോസിറ്ററിയിലാണ്. അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PWD ഇത് ലിനക്സിൽ മാത്രം വർക്ക് ചെയ്യുന്ന. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്റ്റ് ഈ ഒരു ഡയറക്ടറിയിലാണ്. ഇവിടെ ഞാൻ PW പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി എടുത്താൽ എനിക്ക് MNT/R കോഡ്, അതേപോലെ അതായത് ഒന്നുമില്ല നമ്മുടെ പാർട്ടീഷൻ്റെ കോഡ്, അതിനുശേഷം ഞാൻ നിൽക്കുന്ന ഫോൾഡർ പ്രൊജക്റ്റ് ഇവിടോട്ടായിരിക്കും ബൈ ഡിഫോൾട്ട് ടെർമിനൽ ഓപ്പൺ ആയി വരുന്നത് VS കോഡിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് പൈത്തൺ main.py എന്ന് അടിച്ചാൽ മതി. അതല്ല നിങ്ങൾ ഇവിടെ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി, അതായത് എൻ്റെ ഡിപ്പെൻഡൻസീസ്, ഇതിൻ്റെ അകത്ത് നിങ്ങളൊരു ഫയൽ ഇടുക. അതായത് ഫോർ എക്സ് ഡിപ്പെൻഡൻസീസിനകത്ത് ഞാനൊരു ഫയൽ സേവ് ചെയ്യുക, abc.py. ഇതിൽ ഞാൻ പ്രിൻ്റ് ദിസ് ഈസ് abc.py പറഞ്ഞിട്ട് സാധനം കൊടുക്കും, ജസ്റ്റ് ഒരു സാധനം. ഓക്കെ, ഇനി എനിക്ക് ആ സാധനം അതായത് abc.py, അതായത് അത് കിടക്കുന്നത് ഡിപ്പെൻഡൻസീസിനകത്താണ്. അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പൈത്തൺ abc.py എന്ന് കൊടുത്താൽ അത് എക്സിക്യൂട്ട് ആവില്ല. ഓക്കെ, എനിക്ക് അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഫയൽ നോട്ട് ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസീസും മെയിനുമാണ്. അപ്പോൾ പൈത്തൺ dependency/abc.py അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. അതായത് ഈ ഡിപ്പെൻഡൻസീസിനകത്ത് abc. ഇവിടെ നമുക്ക് എന്താ പൈത്തൺ കോഡ് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പൈത്തൺ abc.py എന്ന് കൊടുത്താൽ പൈത്തൺ main.py എന്ന് കൊടുത്താൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാം, അതായത് ഈ main.py കിടക്കുന്ന എവിടെയാണ്, നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്ന റൂട്ട് ഡയറക്ടറിയിലാണ്. പക്ഷേ abc.py കിടക്കുന്ന എവിടെയാണ്, ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ്. അതെല്ലാം മൾട്ടിപ്പിൾ ഫയൽസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ജസ്റ്റ് cd ചേഞ്ച് ഡയറക്ടറി ടു ഡിപ്പെൻഡൻസീസ്. ഇനി നോക്കുകയാണെങ്കിൽ അവിടെ abc.py ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് പൈത്തൺ abc.py എന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ,
ഇനി തിരിച്ച് cd ഡോട്ട് 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 എന്ന് പറയുന്നില്ല പ്രീവിയസ് ഡയറക്ടറി, ഡോട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഡയറക്ടറി. ഇപ്പോൾ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നറിയാം. ഓക്കെ, അതായത് ടെർമിനലെടുത്ത് ടെർമിനലിൽ പൈത്തൺ മെയിൻ ഡോട്ട് പേ അല്ലെങ്കിൽ പൈത്തൺ abc.py നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട പൈത്തൺ ഫയൽ എടുത്താലും നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാം. ഇനി ഞാൻ ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് എപ്പോഴും ഇരുന്ന് ടെർമിനൽ എടുക്കുന്ന ഇഷ്ടമാണോ? ചുമ്മാ ഇരുന്നിട്ട് ഒരു ബട്ടണെ ഞെക്കുക അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ടായി എങ്ങനെ ഇരിക്കും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഒരു സാധനം എടുത്തു. ഏതാ ഓർക്കുന്നുണ്ടോ? കോഡ് റണ്ണർ. അപ്പോൾ കോഡ് റണ്ണർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഇതുപോലെ ഒരു പ്ലേ ബട്ടൺ കാണും. അതിൽ കൊടുത്താൽ നിങ്ങൾക്ക് റൺ കോഡ്, റൺ പൈത്തൺ ഫയൽ വേറെ സാധനം ഒന്നും നോക്കണ്ട, ജസ്റ്റ് റൺ കോഡ് കൊടുക്കുക. റൺ കോഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ നോക്കുക, ഇത് ഔട്ട്പുട്ട് ബ്ലോക്കിലാണ് എക്സിക്യൂട്ടായി. നമുക്ക് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നേരത്തെ ടെർമിനൽ ബ്ലോക്കിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഓക്കെ ഔട്ട്പുട്ട് ബ്ലോക്കിൽ എക്സിക്യൂട്ടായ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഓക്കെ ഫൈൻ. ഇവിടെ ഒരു സംഭവം ഞാൻ കൊടുക്കുക, a = ഇൻപുട്ട് ആൻഡ് സംതിങ്. ഓക്കെ, ഇനി ഞാനിത് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി ഞാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? എൻ്റർ സംതിങ് എന്ന് കാണിച്ചു, പക്ഷേ എനിക്കവിടെ എന്തെങ്കിലും എൻ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഔട്ട്പുട്ട് ബ്ലോക്കിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ടെർമിനൽ റൺ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ വന്നിട്ട് പൈത്തൺ അതായത് നമ്മുടെ ഡിപ്പെൻഡൻസീസ് അല്ലേ, dependency/abc.py, ഇവിടെ ഞാൻ എന്തെങ്കിലും കൊടുത്താലും എന്ത് പറ്റും? ഹായ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമുക്ക് ഔട്ട്പുട്ട് ബ്ലോക്കും ടെർമിനലും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ടെർമിനലിൽ കൊണ്ടുവരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ സെറ്റിങ്സിൽ പോവുക, എന്നിട്ട് ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്യുക റൺ ഇൻ ടെർമിനൽ. ഓക്കെ, എന്നിട്ട് ഇവിടെ ജസ്റ്റ് എന്താ ഇവിടുത്തെ സാധനം കാണും, വെദർ ടു റൺ കോഡ് ഇൻ ഇൻറ്റിഗ്രേറ്റഡ് ടെർമിനൽ. ജസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഉണ്ടാവും. സെറ്റ്. എന്താ സാധനം ഞാൻ കണ്ടില്ല, സോറി, അത് റൺ ആയി സ്റ്റോപ്പ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഈ സാധനം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ, ടെർമിനലല്ലേ വന്നേ. ഹായ് ഹലോ റണ്ണിങ് ടെർമിനൽ. ഫൈൻ, സിമ്പിൾ, കഴിഞ്ഞില്ലേ? ഇത്രയും കാര്യമുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറൊരു ചോദ്യം. ബൈ ഡിഫോൾട്ട് നമ്മുടെ VS കോഡ് അല്ലെങ്കിൽ കോഡ് റണ്ണർ എക്സ്റ്റൻഷൻ നമ്മുടെ വരുന്ന കമാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് എന്താ പൈത്തൺ -u എന്ന്, അത് പൈത്തൺ ആണ് വിളിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ മെഷീനിൽ പൈത്തൺ അല്ല പൈത്തൺ 3 എന്ത് ചെയ്യും? അല്ല പോട്ടെ, പയ്യ എന്ത് ചെയ്യും? അപ്പോൾ അതെങ്ങനെ ചേഞ്ച് ചെയ്യാം? അതായത് നിങ്ങൾക്ക് കോഡ് റണ്ണർ എക്സിക്യൂട്ട് ചെയ്യുന്ന കമാൻഡിന് എങ്ങനെ ചേഞ്ച് വരുത്താം എന്നുള്ളതാണ് നമ്മളിനി അടുത്ത് നോക്കാം. നമ്മളെ താല്പര്യം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ബാക്ക് ടു സെറ്റിങ്സ്, എന്നിട്ട് എക്സിക്യൂട്ടർ മാപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഡ് റണ്ണർ എക്സിക്യൂട്ടർ മാപ്പ് എന്ന് പറഞ്ഞിട്ട് സാധനം കാണും. ഓക്കെ, ഇനി ഇവിടെ എഡിറ്റ് ഇൻ settings.js എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പൈത്തൺ കാണും, കണ്ടുപിടിക്കുക. ഓക്കെ, പൈത്തൺ, ഇവിടെ പൈത്തൺ കണ്ടു. ഈ പൈത്തണിന് നേരെ ഡയറക്റ്റ് വന്നേക്കുന്ന കമാൻഡ് എന്താ? പൈത്തൺ -u. നിങ്ങളുടെ പൈത്തൺ അല്ല പൈത്തൺ 3 ആണ്. ഇവിടെ വെച്ചിട്ട് 3 ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. അതല്ല നിങ്ങളുടെ പൈ ആണ്, ജസ്റ്റ് പൈ ആക്കുക, സേവ് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. എൻ്റെ പൈത്തൺ ആയതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ അതേപോലെ നിങ്ങൾക്ക് ഏതിൻ്റെ വേണമെങ്കിലും മാറ്റാം. ഓക്കെ ഫൈൻ. സോ അത്രയാണ് നമുക്കിപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സംഭവങ്ങൾ, അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്തിരിക്കേണ്ട കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ സംഭവം ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു സംഭവം പറയാം, അതായത് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, കാണാതെ പഠിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല, അപ്പോൾ അത് പ്രശ്നവും. അതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തിങ്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സാണ് ചെയ്യുന്നത് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ, അത് അതേപോലെ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുക. അതായത് നിങ്ങളിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കമ്പ്യൂട്ടറിന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആ സ്റ്റെപ്സ് അതേപോലെ അത് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് തരും. അതാണ് പ്രോഗ്രാമിംഗ്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ഇസ് ഡാം സിമ്പിൾ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് അല്ലെങ്കിൽ മറന്നു പോകാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. പിന്നെ വേറൊരു സംഭവം ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞായിരുന്നു, വേറൊരു സംഭവം അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് ചാനലിൽ കയറി ഷോർട്സ് എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ശരിയെന്ന്.